സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന പ്രദർശനമേളയിൽ മല്ലപ്പള്ളി നെല്ലിമൂട് ശാലോം കാരുണ്യ ഭവനിലെ സ്റ്റാളും പ്രവർത്തിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിപുലമായ സ്റ്റാളാണ് സർക്കാർ പവലിയനിൽ ഒരുക്കിയിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്ന പവലിയനിൽ പ്രവർത്തിക്കുന്ന മല്ലപ്പള്ളി നെല്ലിമുടി ശാലോം കാരുണ്യഭവനിലെ സ്റ്റാൾ ശ്രദ്ധേയമാവുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സ്റ്റാളിലാണ് കാരുണ്യഭവന്റെ ഭക്ഷ്യസാധനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. 200-ൽ പരം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന കാരുണ്യഭവനിലെ അന്തേവാസികൾക്ക് വേണ്ടുന്ന മരുന്നും ഭക്ഷണവും വാങ്ങുന്നതിനുള്ള സാമ്പത്തികം കണ്ടെത്തുന്നതിനാണ് ഈ സ്റ്റാൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ വളർത്തുന്ന കോഴി, താറാവ്, കാട എന്നിവയുടെ മുട്ട, കാരുണ്യഭവനിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം, വിവിധതരം അച്ചാർ തുടങ്ങിയവയെല്ലാം ഈ സ്റ്റാളിൽ വിൽപ്പനയ്ക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് രുചിയൂറും വിഭവങ്ങൾ വാങ്ങാനായി ഇവിടെ എത്തുന്നത്. ഞങ്ങൾ മല്ലപ്പള്ളിയിലെ ശാലോം കാരുണ്യ ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ്. ഞങ്ങൾക്ക് 250 മാനസിക രോഗികളുണ്ട്. എല്ലാവരും വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടത്തുന്ന രോഗികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു സംഭരണമാണ് ഇതെല്ലാം. അവരുടെ മെഡിസിൻ ചെലവിനും പിന്നെ മെഡിക്കൽ ആവശ്യത്തിനും പിന്നെ മറ്റാവശ്യത്തിനും വേണ്ടി നടത്തുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ തന്നെ അവിടെ ഉണ്ടാക്കുന്നതാണ്. ഉണ്ണിയപ്പം ഉണ്ട്, അവൽ വിളയിച്ചുണ്ട്, പിന്നെ ഞങ്ങൾ താറാവിൻ്റെ അപ്പം മുട്ട, കോഴിമുട്ട, കാടമുട്ടയുണ്ട്, പിന്നെ എല്ലാം മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഞങ്ങൾ അവിടെ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ മത്തിയച്ചാറുണ്ട്, അവിടെ തന്നെ ഉണ്ടാക്കുന്ന എല്ലാം ശുദ്ധമായ വെളിച്ചെണ്ണയിലെല്ലാം ഉണ്ടാക്കുന്നതാണ്. വിശ്വസിച്ച് കഴിക്കാവുന്നതാണ്. ഈന്തപ്പഴച്ചാറുണ്ട്, എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാം ചമ്മന്തിപ്പൊടിയൊക്കെ അവിടെ ഉണ്ടാക്കുന്നതാണ്. തേനാണെങ്കിലും അവിടെ എടുക്കുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ്. ഒരു മായങ്ങളും ചേർത്തിട്ടില്ല, എല്ലാം ശുദ്ധമായതാണ്. എല്ലാം ഞങ്ങളുടെ അമ്മമാരും അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളും എല്ലാം ചേർന്ന് ഒരുമിച്ച് സ്നേഹത്തോടെ ഉണ്ടാക്കുന്നതാണ്. വിശ്വസിച്ച് നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാം. ഇവിടെ നിന്ന് ഓരോ സാധനങ്ങളും വാങ്ങുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ കാരുണ്യഭവനിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങളെ നമ്മൾ സഹായിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നെല്ലിമൂട്ടിലെ കാരുണ്യഭവന് മുന്നിലെ റോഡ് സൈഡിലുള്ള കടയിലും ശുദ്ധമായ സാധനങ്ങൾ ലഭ്യമാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന അച്ചാറുകളും ഉണ്ണിയപ്പവും വാങ്ങാൻ ഇവിടെ ദിവസവും എത്തുന്നത് നിരവധി പേരാണ്. മുട്ട വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കും ഇവിടെയുണ്ട്. യാത്ര ചെയ്യുന്നവർക്ക് ക്ഷീണം അകറ്റാൻ കരിമ്പിൻ ജ്യൂസും ഇവിടെ ലഭ്യമാണ്. ോളം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന മല്ലപ്പള്ളി ശാലോം കാരുണ്യ ഭവനിലെ സ്റ്റാളാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പത്തനംതിട്ട ഇടത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാം ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ മാത്രം വിതരണം ചെയ്യുന്ന ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ അത് 200-ൽ പരം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങൾക്കായിട്ടുള്ള സഹായമായി അത് മാറുകയും ചെയ്യും. ഗാലക്സി ന്യൂസിന് വേണ്ടി വിഷ്ണു പുസ്തരിക്കൊപ്പം ജിജു വൈകിശ്ശേരി.